ആഫ്റ്റർനൂൺ. നമ്മളിന്ന് പുതിയ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു നോൺ ലീനിയർ റിഗ്രഷൻ. ഇപ്പം നമ്മൾ ഇത്രയും നാളും ലീനിയർ റിഗ്രഷനെ പറ്റിയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോൺ ലീനിയർ റിഗ്രഷനിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്, 4th മൊഡ്യൂൾ. Linear regression models provide a rich and flexible framework that suits the need of many analysts. However, linear regression models are not appropriate for all situations. There are many problems in engineering and the science where the response variable and predictor variables are related through a non-linear function. This lead to a non-linear regression model. അപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡൽ പഠിച്ചു. അപ്പം ചില കേസസിലൊക്കെ ഈ ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ കൊണ്ട് നമുക്ക് മോഡൽ ബിൽഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നോൺ ലീനിയർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ കൺസിഡർ ചെയ്തത്. When the method of least squares is applied to such models, the resulting normal equations are non-linear and in general difficult to solve. അപ്പോൾ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ വഴി ഇങ്ങനെ നോൺ ലീനിയർ കേസിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നതും നോൺ ലീനിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യാനായാലും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ദ യൂഷ്വൽ അപ്രോച്ച് ടു ഡയറക്ട്ലി മിനിമൈസ് ദ റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ ബൈ ആൻ ഐട്രേറ്റീവ് പ്രൊസീജിയർ. അപ്പോൾ നമ്മളിതൊരു ഐട്രേറ്റീവ് പ്രൊസീജിയർ വഴിയാണ് സാധാരണ ഇത് റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. In this chapter, we describe estimating the parameters in a non-linear regression model and show how to make appropriate inferences on the model parameters. We also illustrate computer software for non-linear regression. അപ്പോൾ നമ്മൾ non-linear regression പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ. ലീനിയർ റിഗ്രഷൻ മോഡൽ. അപ്പോൾ ലീനിയർ റിഗ്രഷൻ മോഡലിനെ പറ്റി നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് അതിനുശേഷം നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിനെ പറ്റിക്ക് പോവുകയാണ്. ഇൻ പ്രീവിയസ് ചാപ്റ്റേഴ്സ് വി ഹാവ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ ലീനിയർ റിഗ്രഷൻ മോഡൽ y = β0 പ്ലസ് β1 x1 പ്ലസ് β2 x2 പ്ലസ് എക്സെട്ര ബീറ്റ കെ എക്സ് കെ പ്ലസ് എപ്സിലോൺ. അപ്പോൾ നമ്മുടെ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദീസ് മോഡൽസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ദ ഫസ്റ്റ് ഓർഡർ റിലേഷൻഷിപ്പ് സച്ച് ആസ് ഇക്വേഷൻ 12.1 ബട്ട് പോളിനോമിയൽ മോഡൽസ് ആൻഡ് അതർ മോർ കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ആസ് വെൽ. അപ്പോൾ ഈ ഒരു ഫോമിൽ കിടക്കുന്ന ഇക്വേഷൻസ് മാത്രമല്ല, നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻസും ലീനിയർ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ഉള്ള മോഡൽസ് നമുക്ക് നോൺ ലീനിയർ ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും അതിനെ ലീനിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുമായിരുന്നു. In fact, we could write the linear regression model as y = β0 plus β1 z1 plus β2 z2 plus etc. beta r ZR പ്ലസ് എപ്സിലോൺ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിനെ നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാം. വെർ ZI റെപ്രസെൻറ്റ് എനി ഫംഗ്ഷൻ ഓഫ് ദ ഒറിജിനൽ റിഗ്രസേഴ്സ് x1 x2 etc. xk including transformations such as exponential of x1, root of xi and sin of xi. These models are called linear regression models because they are linear in the unknown parameters the beta j is equal to 1 2 3 etc. okay. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഈ y = β0 പ്ലസ് β1 z1 പ്ലസ് β2 z2 എക്സെട്ര ബീറ്റ r ZR പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞെടുക്കാം. ഇവിടെ ZI എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് xi x1 x2 എക്സെട്ര xkയുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആവാം. അതായത് അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ എക്സ്പോണൻഷ്യൽ ഓഫ് xi ആവാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് xi ആവാം, അല്ലെങ്കിൽ സൈൻ ഓഫ് xi ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആവാം. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഇത് ബീറ്റ ജെയിൽ ലീനിയർ ആയിരിക്കണം. ബീറ്റ ജെയുടെ വാല്യൂ ലീനിയർ ആയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. x1 x2 എക്സെട്ര xkയിൽ അത് ലീനിയർ ആയില്ലെങ്കിലും പ്രശ്നമില്ല. We may write the linear regression model in general form as y = x dash beta plus epsilon that is equal to f of x beta plus epsilon. അപ്പം നമ്മൾ ജനറലായിട്ട് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് y = x dash beta plus epsilon എന്ന് പറഞ്ഞ് എഴുതുന്നത്, അതായത് y എന്ന് പറയുന്നത് എഫിൻ്റെയും ബീറ്റയുടെയും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. Where x dash is equal to 1 matrix 1 x1 x2 etc. xk. Since the expected value of the model errors is 0, the expected value of the response variable is expectation of y is equal to expectation of f of x beta plus epsilon that is equal to f of x beta. അപ്പം നമ്മുടെ മോഡൽ എറർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് f of x beta എന്നായിരിക്കും. We usually refer to f of x beta as the expected
expectation function of the model. Obviously the expectation function here is just a linear function of the unknown parameters. അപ്പം ഈ എഫ് ഓഫ് എക്സ് ബീറ്റ എന്നുള്ളതായിരിക്കും നമ്മുടെ മോഡലിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ. അപ്പം ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ ലീനിയർ മോഡലാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിലേക്ക് കടക്കുവാണ്. There are many situations where a linear regression model may not be appropriate. For example, the engineer or scientist may have direct knowledge of the form of the relationship between the response variable and the regressors, perhaps from the theory underlying the phenomena. The true relationship between the response and regressors may be a differential equation or the solution to a differential equation. ചിലപ്പോൾ ഇത് റെസ്പോൺസ് വേരിയബിളും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആവണമെന്നില്ല എല്ലാ കേസിലും. ചിലപ്പോൾ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓഫൻ ദിസ് വിൽ ലീഡ് ടു എ മോഡൽ ഓഫ് നോൺ ലീനിയർ ഫോംസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇതൊരു നോൺ ലീനിയർ ഫോമിലേക്കായിരിക്കും വരുന്നത്. Any model that is not linear in the unknown parameters is a non-linear regression model. അപ്പം അൺനോൺ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള β1 β2 എക്സെട്ര ബീറ്റ കെയിൽ ഈ ഒരു വാല്യൂ ഈ ഒരു മോഡൽ നോൺ ലീനിയർ ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ദ മോഡൽ y is equal to θ1 e raised to θ2 x plus epsilon is not linear in the unknown parameters θ1 and θ2. ഈ ഒരു ഇക്വേഷനിൽ θ1ഉം θ2 ആണ് നമ്മുടെ അൺനോൺ പാരാമീറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ 12.4 എന്ന് പറയുന്നത് ഈ അൺനോൺ പാരാമീറ്റേഴ്സായ θ1ലും θ2ലും ലീനിയർ അല്ല. കാരണം ഇ റേസ് ടു θ2 എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ പാരാമീറ്റർ കിടക്കുന്നത്. θ1 ഇൻറ്റു ഇ റേസ് ടു θ2 എന്നുള്ളത് ഒരു ലീനിയർ ഫംഗ്ഷൻ അല്ല. വി വിൽ യൂസ് എ സിമ്പിൾ തീറ്റ ടു റെപ്രസെൻറ്റ് എ പാരാമീറ്റർ ഇൻ എ നോൺ ലീനിയർ മോഡൽ ടു എംഫസൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കേസ്. അപ്പം ലീനിയർ കേസിൽ നമ്മൾ ബീറ്റ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. നോൺ ലീനിയർ കേസിൽ നമ്മൾ തീറ്റ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടായിരിക്കും ഈ അൺനോൺ പാരാമീറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ ജനറൽ വി വിൽ റൈറ്റ് ദ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ ആസ് y is equal to f of x theta plus epsilon. നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിൽ ജനറൽ ആയിട്ട് നമ്മൾ എഴുതുന്നത് y is equal to f of x theta plus epsilon എന്നാണ്. where theta is a p cross 1 vector of unknown parameters and epsilon is an uncorrelated random error term with expectation of epsilon equal to 0 and variance of epsilon equal to sigma square. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഒരു പി ക്രോസ് 1 വെക്ടറാണ്. അതിനകത്ത് തീറ്റയുടെ നമുക്ക് പാരാമീറ്റേഴ്സിനെ നമുക്ക് അറിയത്തില്ല, അതൊരു അൺനോൺ പാരാമീറ്റേഴ്സാണ്. അതുപോലെ എപ്സിലോൺ എന്ന് പറയുന്നത് അൺകോറിലേറ്റഡ് റാൻഡം എറർ തന്നെയാണ്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ 0 ആയിരിക്കും. അതുപോലെ വേരിയൻസ് സിഗ്മ സ്ക്വയറും ആയിരിക്കും. വി ഓൾസോ ടിപ്പിക്കലി അസ്യൂം ദാറ്റ് എറേഴ്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഇൻ ലീനിയർ റിഗ്രഷൻ. നമ്മൾ ലീനിയർ റിഗ്രഷനിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ എറേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് y is equal to എക്സ്പെക്റ്റേഷൻ ഓഫ് f of x theta plus epsilon that is equal to f of x theta. അപ്പോൾ നമുക്ക് ഇതിനെയും എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് f of x theta എന്ന് തന്നെയാണ് കിട്ടുന്നത്. വി കോൾ f of x theta as the expectation function for the non-linear regression model. അപ്പോൾ നമ്മൾ നേരത്തെ എഫ് ഓഫ് എക്സ് ബീറ്റേനെ നോൺ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ എന്ന് തന്നെയാണ് വിളിച്ചത്. അത് ലീനിയർ റിഗ്രഷൻ മോഡലിലെയാണ്. അപ്പോൾ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് പറയുന്നത് നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിലെ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷനായിട്ട് നമ്മൾ എടുത്തു. ദിസ് ഈസ് വെരി സിമിലർ ടു ദ ലീനിയർ കേസ് എക്സെപ്റ്റ് ദാറ്റ് now the expectation function is a non-linear function of the parameters. ഇത് മറ്റേ ലീനിയർ കേസുമായിട്ട് സിമിലർ ആണ്. ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോൺ ലീനിയർ ആയിരിക്കും മാത്രമേ ഉള്ളൂ. In a non-linear regression model, at least one of the derivatives of the expectation function with respect to the parameters depend on at least one of the parameters. അപ്പോൾ നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഈ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പാരാമീറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മറ്റുള്ള പാരാമീറ്റേഴ്സിൻ്റെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. In linear regression, these derivatives are not functions of the unknown parameters. Linear regressionൽ ഇങ്ങനെ ഒരു പാരാമീറ്ററിൻ്റെ ഡെറിവേറ്റീവ് മറ്റൊരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല ഇരിക്കുന്നത്. ടു ഇലിസ്ട്രേറ്റ് ദീസ് പോയിൻറ്റ്സ് കൺസിഡർ എ ലീനിയർ റിഗ്രഷൻ മോഡൽ. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. y is equal to x beta of x beta naught plus beta 1 x1 plus beta 2 x2 plus etc beta k x k plus epsilon എന്നുള്ളതാണ് നമ്മുടെ ലീനിയർ റിഗ്രഷൻ മോഡൽ. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ എന്നാ എഫ് ഓഫ് എക്സ് ബീറ്റ ദാറ്റ് ഈസ് ഇക്വൽ എഫ് ഓഫ് എക്സ് ബീറ്റ എന്താ നമുക്ക് കിട്ടുന്നത് ബീറ്റ നോട്ട് പ്ലസ് സമ്മേഷൻ ഐ ഇസ് ഇക്വൽ ടു 1 to k ബീറ്റ ജെ എക്സ് ജെ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ജെ ഇസ് ഇക്വൽ ടു 1 to k ബീറ്റ ജെ എക്സ് ജെ എന്ന് പറഞ്ഞാണ്. അതായത് ഈ മേളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷനെ ഈ ഒരു രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ.
ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ കൺസിഡർ ചെയ്യുവാണ്. ഡോ ഓഫ് എഫ് ഓഫ് എക്സ് ബീറ്റ ബൈ ഡോ ഓഫ് ബീറ്റ ജെ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന എന്താ, എക്സ് ജെ ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് ജെയുടെ വാല്യൂ മാറ്റിയിട്ട് കൊടുത്താൽ മാത്രം മതി. ജെ ഇസിക്കൽ ടു 0, 1, 2, 3 എക്സെട്ര കെ ആണ്. വേർ എക്സ് നോട്ട് ഇസിക്കൽ ടു എക്സ് നോട്ട് സിമിലർ ടു 1. എക്സ് നോട്ട് നമുക്ക് ഏകദേശം 1 ആയിട്ടാണ് കിട്ടുന്നത്. നോട്ടീസ് ദാറ്റ് ഇൻ ദ ലീനിയർ കേസ് ദ ഡെറിവേറ്റീവ്സ് ആർ നോട്ട് ഫങ്ഷൻസ് ഓഫ് ദ ബീറ്റസ്. അപ്പോൾ നമുക്ക് ഈ ഒരു മേലത്തെ ഡെറിവേറ്റീവിൻ്റെ ഫംഗ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും. ഇത് നമുക്ക് ഡോ ഓഫ് എഫ് ഓഫ് എക്സ് ബീറ്റ ഡിവൈഡ് ബൈ ഡോ എഫ് ബീറ്റ ജെ എന്ന് പറഞ്ഞ് എക്സ് ജെ ആയിട്ടാണ് കിട്ടിയത്. അതൊരു ബീറ്റയുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നൗ കൺസിഡർ ദ നോൺ ലീനിയർ മോഡൽ. ഇനി നമ്മൾ നോൺ ലീനിയർ മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. y ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് തീറ്റ പ്ലസ് എപ്സിലോൺ എന്നുള്ളതാണ് നമ്മുടെ മോഡൽ. അപ്പം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് പറയുന്നത് θ1 e⁻ θ2 എക്സ് പ്ലസ് എപ്സിലോൺ ആണ്. ദ ഡെറിവേറ്റീവ് ഓഫ് ദ എക്സ്പെക്ടേഷൻ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു θ1 ആൻഡ് θ2 ആർ. നമ്മളിതിനെ ഓരോന്നിനെയും θ1ൻ്റെയും θ2ൻ്റെയും വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. സോ എഫ് ഓഫ് ഡോ എഫ് എക്സ് തീറ്റ ഡിവൈഡ് ബൈ ഡോ θ1 എന്ന് പറയുന്നത് e⁻θ2 എക്സ് ആണ്. അതുപോലെ ഡോ എഫ് എക്സ് തീറ്റ ഡിവൈഡ് ബൈ ഡോ എഫ് θ2 എന്ന് പറയുന്നത് θ1 എക്സ് e⁻θ2 എക്സ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. സിൻസ് ദ ഡെറിവേറ്റീവ്സ് ആർ എ ഫംഗ്ഷൻ ഓഫ് ദ അൺനോൺ പാരാമീറ്റേഴ്സ് θ1 ആൻഡ് θ2 ദ മോഡൽ ഈസ് നോൺ ലീനിയർ. ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ഡെറിവേറ്റീവിൻ്റെയും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് θ1 നമ്മുടെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് പാരാമീറ്ററിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഡൽ നോൺ ലീനിയർ ആയിരിക്കും. ഇനി നമുക്ക് നോൺ ലീനിയർ കേസിലുള്ള ലീസ്റ്റ് സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്യാം. Suppose that we have a sample of n observations on the response and the regressors say yi, xi1, xi2, etc. xik for I is equal to 1 to 3 etc. n. We have observed previously that the method of least squares in linear regression involves minimizing the least square function s of beta, that is equal to summation I is equal to 1 to n yi minus beta naught plus summation j is equal to 1 to k beta j xij the whole square. അപ്പോൾ നമ്മൾ സാധാരണ ലീനിയർ റിഗ്രസേഴ്സിൻ്റെ കേസ്, ലീനിയർ റിഗ്രഷൻ ആയിട്ടുള്ള കേസിൽ നമ്മൾ ലീസ്റ്റ് സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഇതുപോലെ നമ്മൾ സം ഓഫ് സ്ക്വയർ മിനിമൈസ് ചെയ്തിട്ടാണ്. അതായത് സം ഓഫ് സ്ക്വയർ ഓഫ് എറർ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ സ്ക്വയർ ഫംഗ്ഷനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇക്വേഷനായി കൊടുത്തിരിക്കുന്നത്. Because this is a linear regression model, when we differentiate s of beta with respect to the unknown parameters and equate the derivative to 0, the resulting normal equation are linear equation and consequently they are easy to solve. അപ്പോൾ നമ്മൾ ഈ ഒരു എസ് ഓഫ് ബീറ്റ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ അൺനോൺ പാരാമീറ്റേഴ്സിനെ വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിന് അതിനെ ഇക്വേറ്റ് ചെയ്ത് 0 ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലീനിയർ കേസിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലീനിയർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാനും എളുപ്പമാണ്. ഇനി നമ്മൾ നോൺ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ നോക്കാം. Now consider the non-linear regression situation. The model is yi is equal to f of xi theta plus epsilon I. അപ്പോൾ നമ്മുടെ മോഡൽ നോൺ ലീനിയർ ആണ്. where I is equal to 1 to 3 etc. n, where now xi dash is equal to 1 xi1 xi2 etc. xik for I is equal to 1 to 3 etc. n. The least square function is s of theta is equal to summation I is equal to 1 to n yi minus f of xi theta the whole square. അപ്പോൾ നമ്മൾ സാധാരണ ലീനിയർ കേസിൽ ചെയ്ത പോലെ തന്നെ എസ് ഓഫ് തീറ്റ കണ്ടുപിടിച്ചു. എസ് ഓഫ് തീറ്റ എന്താ, നമ്മൾ എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ടു ഫൈൻഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് we must differentiate equation 12.7 with respect to the each element of theta. നമ്മൾ ഈ ലീസ്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന എസ് ഓഫ് തീറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ തീറ്റയുടെ ഈച്ച് എലമെൻറ്റ് വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് വിൽ പ്രൊവൈഡ് എ സെറ്റ് ഓഫ് p normal equation for the non-linear regression situation. The normal equations are, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് p നോർമൽ ഇക്വേഷൻസ് കിട്ടും. നോർമൽ ഇക്വേഷൻസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ I is equal to 1 to n yi minus f of xi theta into dou f of xi theta divided by dou theta j, where theta equal to theta cap equal to 0. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന p സെറ്റ് ഓഫ് നോർമൽ ഇക്വേഷൻസിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. for g is equal to 1 to 3 etc. p.
In a non-linear regression model, the derivative in the large square brackets will be a function of the unknown parameters. അപ്പോൾ നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ കേസിൽ ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഡോ എഫ് എക്സ് ഐ തീറ്റ ഡിവൈഡ് ബൈ ഡോ തീറ്റ ജെ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ അൺനോൺ പാരാമീറ്റേഴ്സ് തീറ്റയുടെ ഫങ്ഷൻസ് ആയിരിക്കും. Furthermore, the expectation function is also a non-linear function, so the normal equation can be very difficult to solve. അപ്പം അതുപോലെ മാത്രമല്ല ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നതും നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. നമുക്ക് ലീനിയർ കേസിലെ പോലെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഈ ഒരു നോൺ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ദ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ y is equal to θ1 into e raised to θ2 x plus epsilon. ഇതാണ് നമ്മുടെ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ. ഇത് ലീസ്റ്റ് സ്ക്വയർ നോർമൽ ഇക്വേഷൻ ഫോർ ദീസ് മോഡൽ ആർ ലീസ്റ്റ് സ്ക്വയർ നോർമൽ ഇക്വേഷൻസിൻ്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. സമ്മേഷൻ i is equal to 1 to n yi minus θ1 cap e raised to θ2 cap xi into e raised to θ2 cap xi equal to 0. അതുപോലെ തന്നെ രണ്ട് നോർമൽ ഇക്വേഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് summation I is equal to 1 to n yi minus θ1 cap e raised to θ2 cap xi into θ1 cap xi e raised to θ2 cap xi equal to 0. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിൽ സോൾവ് ചെയ്ത് കിട്ടിയ നോർമൽ ഇക്വേഷൻസ്. ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ദ നോർമൽ ഇക്വേഷൻസ് ആർ നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ നോർമൽ ഇക്വേഷനാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ I is equal to 1 to n yi into e raised to θ2 cap xi minus θ1 into summation I is equal to 1 to n e raised to 2 θ2 cap into xi equal to 0. അതായത് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ e raised to θ2 cap xiനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തേക്കുവാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേതും നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് സമ്മേഷൻ I is equal to 1 to n yi xi e raised to θ2 cap xi minus θ1 cap summation I is equal to 1 to n xi e raised to 2 θ2 cap xi equal to 0 എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ഇത് രണ്ടോ നമുക്ക് കിട്ടിയ നോർമൽ ഇക്വേഷൻ. ദീസ് ഇക്വേഷൻസ് ആർ നോട്ട് ലീനിയർ ഇൻ θ1 cap and θ2 cap and no simple closed form സൊല്യൂഷൻസ് എക്സിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇത് θ1ലും θ2ലും ഒന്നും ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സൊല്യൂഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ഇൻ ജനറൽ ഐറ്ററേറ്റീവ് മെത്തേഡ്സ് must be used to find the values of θ1 cap and θ2 cap. To further complicate the problem, sometimes there are multiple solutions to the normal equation. That is, there are multiple stationary values for the residual sum of square function s of θ. അത് സാധാരണ നമ്മൾ ഐറ്ററേറ്റീവ് മെത്തേഡ്സ് ഒക്കെ വഴിയാണ് θ1 ക്യാപ്പിനും θ2 ക്യാപ്പിനൊക്കെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഐറ്ററേറ്റീവ് മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് അങ്ങനെ സോൾവ് ചെയ്താൽ നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇപ്പോൾ ചില കേസസിൽ ഈ ഒരു നോർമൽ ഇക്വേഷന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇക്വേഷനൊക്കെ കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആവും. ദ ജോമെട്രി ഓഫ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ലീസ്റ്റ് സ്ക്വയർസ്, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. ജോമെട്രിയുടെ ഫിഗേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പേജ് നമ്പർ 419 കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് ജസ്റ്റ് വായിച്ച് വിട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ നോക്കാം. We have concentrated on least squares in the non-linear case. If the error terms in the model are normally and independently distributed with constant variance, application of the method of maximum likelihood to estimation problem will lead to least squares. അപ്പോൾ നമ്മൾ ലീസ്റ്റ് സ്ക്വയേഴ്സിൻ്റെ കാര്യം നമ്മൾ നോൺ ലീനിയർ കേസിൽ കണ്ടായിരുന്നു. അപ്പോൾ എറർ ടേംസ് നോർമലിയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വെച്ചു. ഒരു കോൺസ്റ്റൻറ്റ് വേരിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ലീസ്റ്റ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു നമ്മുടെ നോൺ ലീനിയർ മോഡൽ കൺസിഡർ ചെയ്യാം. yi is equal to θ1 e raised to θ2 xi plus epsilon I where I is equal to 1 2 3 etc. n. ഇതാണ് നമ്മുടെ നോൺ ലീനിയർ ഇക്വേഷൻ. If the errors are normally and independently distributed with a mean 0 and the variance sigma square, then the likelihood function is L of theta comma sigma square is equal to 1 by 2 pi sigma square into raised to n by 2 exponential of minus 1 by 2 sigma square summation I is equal to 1 to n yi minus θ1 e raised to θ2 xi the whole square. അപ്പം നമ്മൾ ഈ ഒരു എറേഴ്സ് നോർമലി ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ എന്ന് വെച്ചു, അതായത് മീൻ 0 ആയിരിക്കണം, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ലൈക്ലിഹുഡ് മേൽ കൊടുത്തിരിക്കുന്ന മോഡലിലെ ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. Clearly, maximizing the likelihood function is equalized to minimizing the residual sum of square. Therefore, the normal theory case least square estimates
are the same as maximum likelihood estimates. അപ്പം നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയറിനെ മിനിമൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായിട്ടുള്ള കേസിൽ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ്സ് തന്നെയാണ് നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ടു എ ലീനിയർ മോഡൽ, നമ്മുടെ ഈ ഒരു നോൺ ലീനിയർ മോഡലിനെ നമ്മൾ എങ്ങനെ ലീനിയർ മോഡലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. It is sometimes useful to consider a transformation that includes linearity in the model expectation function. For example, consider the model y is equal to f of x theta plus epsilon that is equal to theta 1 e raised to theta 2 x plus epsilon. അപ്പോൾ നമ്മുടെ മോഡൽ നമ്മൾ കൺസിഡർ ചെയ്തു. Now since expectation of y is equal to f of x theta that is equal to theta 1 e raised to theta 2 x, we can linearize the expectation function by taking logarithms. അപ്പോൾ നമുക്കറിയാം എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തീറ്റ ആണ്. അത് എത്രയായിരിക്കും? തീറ്റ 1 ഇൻറ്റു ഇ റേസ് ടു തീറ്റ 2 എക്സ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ലോഗറിതമിക് ഫംഗ്ഷൻ എടുക്കുക, ലോഗ് എടുക്കുകയാണ് ലെഫ്റ്റും റൈറ്റും. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് ലോഗ് ഓഫ് ln ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്ന് പറഞ്ഞ് കിട്ടും. റൈറ്റ് സൈഡിൽ ലോഗ് ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. Therefore, it is attempting to consider rewriting the model as log of y is equal to log of theta 1 plus theta 2 x plus epsilon. അപ്പോൾ നമ്മൾ ലോഗുള്ള അത് ആ ഒരു വാല്യൂ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് log y is equal to log theta 1 plus theta 2 x plus epsilon എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ലോഗ് തീറ്റ 1നെ നമ്മൾ ബീറ്റ നോട്ടെന്നും തീറ്റ 2നെ നമ്മൾ ബീറ്റ 1 എന്നും കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ ഫോമിലേക്ക് വന്നില്ലേ? ആൻഡ് യൂസിങ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ടു എസ്റ്റിമേറ്റ് ബീറ്റ നോട്ട് ആൻഡ് ബീറ്റ 1. അപ്പം ഈ ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മെത്തേഡ് വഴി നമുക്ക് ബീറ്റ നോട്ടും ബീറ്റ 1ഉം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. However, the linear least square estimates to the parameters in equation 12.14 will not in general to be equivalent to the non-linear parameter estimates in the original model. The reason is that original non-linear model least squares implies minimization of the sum of residuals on y, whereas in transformed model we are minimizing the sum of square residuals on log y. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ നോൺ ലീനിയർ പാരാമീറ്റർ എസ്റ്റിമേറ്റ്സിൻ്റെ കറക്റ്റ് ഇക്വലൻ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കി മേളത്തെ ഇക്വേഷനിൽ ലോഗ് വൈ ഇസ് ഇക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് ബീറ്റ 1 എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ നോട്ടിൻ്റെ ബീറ്റ 1ൻ്റെ എസ്റ്റിമേറ്റ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ ഓഫ് ലോഗ് വൈ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നോർമൽ നോൺ ലീനിയർ റിഗ്രഷൻ മോഡലിൽ റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ ഓഫ് വൈ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. Note that in equation 12.13 the error structure is additive, so we taking logarithms cannot produce the model in equation 12.1. If the error structure is multiplicative, say y is equal to theta 1 e raised to theta 2 x epsilon, then taking logarithms will be appropriate, since log y is equal to log of theta 1 plus theta 2 x plus log of epsilon that is equal to beta naught plus beta 1 x plus theta star. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 12.13 നമുക്ക് അഡിറ്റീവായിട്ടാണ് കിടക്കുന്നത്, എറർ സ്ട്രക്ചർ അഡിറ്റീവായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോഗ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേസമയം ഈ ഒരു എറർ സ്ട്രക്ചർ മൾട്ടിപ്ലിക്കേറ്റീവായിട്ടാണ് കിടക്കുന്നതെന്ന് വെച്ചു. മൾട്ടിപ്ലിക്കേറ്റീവായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാണ് ഈ കൊടുത്തിരിക്കുന്നത്. y is equal to theta 1 e raised to theta 2 x into epsilon എന്ന് പറഞ്ഞാൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ലോഗരിതം എടുത്തിട്ട് കാര്യമുണ്ട്. അങ്ങനെ കേസിലാണെങ്കിൽ ലോഗരിതം എടുക്കുമ്പോൾ നമുക്ക് എല്ലാം അഡിറ്റീവായിട്ട് തന്നെ കിട്ടും. അപ്പം ഈ ലോഗ് ഓഫ് തീറ്റ 1നെ നമ്മൾ ബീറ്റ നോട്ടായിട്ടും തീറ്റ 2 എക്സിനെ നമ്മൾ ബീറ്റ 1 എക്സ് ആയിട്ടും ലോഗ് എപ്സിലോണിനെ തീറ്റ സ്റ്റാറുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. And if theta star follows a normal distribution, all the standard linear regression model properties and associated inferences will apply. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ തീറ്റ സ്റ്റാർ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡലിൽ എങ്ങനെയാണോ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്ത് അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റും. A non-linear model that can be transformed to an equivalent linear form is said to be intrinsically linear. അപ്പോൾ ഇങ്ങനെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള മോഡലിനെ ലീനിയർ ഫോമിലേക്ക് ഇക്വലൻ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് ഇൻട്രിൻസിക്കലി ലീനിയർ എന്ന്. However, the issue often revolves around the error structure, namely do the standard assumption on the errors applied to the original non-linear model or to the linearized one. That is sometimes not an easy question to solve.
അപ്പോൾ ഇങ്ങനെയുള്ള കേസിലുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എററിൻ്റെ അസംഷൻസ് ഈ ഒറിജിനലായിട്ടുള്ള നോൺ ലീനിയർ മോഡൽ കൺസിഡർ ചെയ്യണോ അതോ ലീനിയറൈസ് ചെയ്ത മോഡലിൽ കൺസിഡർ ചെയ്യണോ എന്നുള്ളതാണ് ഈ ഒരു കൺഫ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ നോൺ ലീനിയർ മോഡലിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ലീസ്റ്റ് സ്ക്വയറും ട്രാൻസ്ഫോർമേഷനുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ നോൺ ലീനിയറിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.